മിടുക്കൻ മിടുക്കൻ. എവിടാ ചേട്ടാ അവിടെ കല്യാണം? എനിക്കറിയില്ല ആശാനെ. അറിയില്ലേ? പറയടാ. അമ്പലത്തിൽ വെച്ചാണേ. കേരള വണ്ടിയില്ലേ? എങ്ങോട്ട് പോകുന്നു? അവിടെ കല്യാണത്തിന്. അത് കലക്കണോ ആശാനെ? കേരള. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വലതുകാല് വെച്ച് കയറിക്കൊള്ളും. ഇനി നിങ്ങൾ സന്തോഷമായി ഇവിടെ ഒരു കുടുംബജീവിതം ആരംഭിക്കൂ. വലിയ വീടും രണ്ടാളുമായതുകൊണ്ട് ആദ്യമൊക്കെ അല്പം വിഷമം തോന്നും. എന്ത് വിഷമം? പരസ്പരം മനസ്സിലിണങ്ങി കല്യാണം കഴിക്കുന്ന പുതിയ തലമുറയ്ക്ക് അവർ മാത്രമുള്ള വീടാണ് ഇഷ്ടം. അല്ലേ ശങ്കരൻ നായര്? ഈ കിഴവികൾക്ക് ഇത് വല്ലതും അറിയാവോ പോയിന്ന പിള്ളേ? അതുകൊണ്ട് ഇനിയുള്ള ചടങ്ങുകൾ ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത്. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഏതായാലും പാല് കാച്ചി കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. വാ മോളെ. ക്ഷമിക്കാനോടി? മരണം വരെ ക്ഷമിക്കില്ലടി. അവൻ എന്നെ ഒന്ന് ഇരുത്തിയതാണടി. അതാണ് അതിന്റെ സത്യം. നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ ആശാൻ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ആ ശ്രീധരൻ കെട്ടിയത്? അതവൻ അറിഞ്ഞോണ്ട് ആശാന് ജാക്കി വെച്ചതാ. അവൻ ജയിച്ചെന്ന അവന്റെ വിചാരം. അവനെ ഞാൻ തട്ടും, അവളെയും തട്ടും. അവൾ നല്ലവൾ, എന്റെ രാധിക. എല്ലാരും കൂടെ അവളെ ചതിച്ചതാ. ചതിച്ചവരുടെ എല്ലാം പേരിങ്ങോട്ട് പറഞ്ഞു തന്നാട്ടെ ആശാനെ. തട്ടാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റൊക്കെ എന്റെ മനസ്സിലുണ്ടടാ. എല്ലാത്തിനെയും ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. എടീ, എനിക്ക് ഇനിയും കുടിക്കണം. ഒഴിക്കടേ. അയ്യോ, ഇനി കുടിക്കണ്ട. ഒഴി. രണ്ടു കുട്ടി കാലിയാക്കി കുഞ്ഞെ. ഇനി ഞാൻ കാലിയാക്കും. ഒഴിക്കടേ. ഒഴിച്ചു കൊടുക്കണേ. ഈ കാച്ചിയ മോരിൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? കടുവർത്തിട്ടോ? എന്താ ടേസ്റ്റ് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെന്നോ? 25 വർഷമായി ഞാൻ എന്നും കാച്ചിയ മോര് ഉപയോഗിക്കുന്നു. പക്ഷെ ഇവനുണ്ടല്ലോ, ഉഗ്രൻ, ഉഗ്ഗ്രൻ. ജാക്കി വെക്കണ്ട. സത്യമരാധികം ഞാനീ പറഞ്ഞത്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന എന്നെ കൂട്ടാനാ ഈശ്വരൻ എനിക്ക് കൈ തന്നിരിക്കുന്നത്. ഒരു പേടിയുള്ളൂ. പറഞ്ഞു തരാൻ ആരുമില്ല. താളപ്പിഴകൾ എന്തെങ്കിലും ഉണ്ടായാൽ പരസ്പരം ക്ഷമിക്കണം, മറക്കണം. അത് അങ്ങോട്ട്
ആശാനെ, അർജുനും സുഭദ്രയും വരുന്നുണ്ട്. നമുക്ക് ഒതുങ്ങി പൊക്കളയാം. പങ്കെടുക്കാൻ സാധിച്ചില്ല. അഭിനന്ദനം അല്പം വൈകിയാലും ആവാലോ. അതെ, വിഷ് യു എ എങ്ങനെയുണ്ട് ആശാനെ? കലകി. ഏത് നാറിയാലും അറിഞ്ഞോടെ നിനക്ക് ഉത്തമെന്ന് പേരിട്ട്. എന്നാലും എന്റെ പെങ്ങളെ, എന്റെ ആശാനോട് ഇത് വേണ്ട. ഇതെന്തൊരു ജന്മം ചേട്ടാ. ഇതാണ് കടിഞ്ഞാണില്ലാത്ത കുതിര, എടുത്താൽ പൊങ്ങാത്ത സ്വത്ത്, നിയന്ത്രിക്കാൻ ആരുമില്ല. അവന്റെ ഉള്ളിൽ കണ്ടിട്ടുള്ളവർ ആരുമില്ല രാധിയെ. നിനക്ക് എത്ര രൂപ വേണേലും ഞാൻ തരാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം സാധിച്ചു തരാം. അത് കാര്യം പറയാതെ എങ്ങനെ അറിയുന്നത്? എന്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരൊറ്റ ദിവസം മാത്രം എന്റെ കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ മതി. എന്ന് വെച്ചാ ഒള്ളി ഏക് ദിൻ കാ സുൽത്താൻ. ആളിനെ പറയണം. അവൻ എന്നെ തോൽപ്പിച്ചു. ഇങ്ങനെയെങ്കിലും അവനെ എനിക്ക് തോൽപ്പിക്കണം. എന്നിട്ടും ആളിനെ പറയുന്നില്ലല്ലോ. ശ്രീധരന്റെ ഭാര്യ രാധിക. അയ്യോ, ഞാനില്ല. ആ കാര്യം മാത്രം എന്നോട് പറയണ്ട. മഹാലക്ഷ്മി മുഖത്തുവന്ന വിലാസിനി മുഖത്തുവന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയരുത്. ചോദിക്കുന്ന കാശ് തരും. ആ കാശ് എനിക്ക് വേണ്ട. ആ നേരുകുട്ടി ഒന്ന് കൊണ്ടുവന്നതിന്റെ സുഖം മറന്നോ? എന്റെ പേരുടെ അബ്ബളകിപ്പോയി. ഞങ്ങൾ ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ട് വീട്ടിനടുത്തുള്ളപ്പോ ഞാൻ എന്തിനു പേടിക്കണം? സാരമില്ല, 1-2 വർഷം കൂടി കഴിയുമ്പോ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ ആവില്ലേ? അതെങ്ങനെ? നമ്മുടെ മോൻ വരും, അവൻ ഇവിടെ കിടന്ന് തകർക്കില്ലേ? അപ്പൊ മോൻ വേണോന്നാ? ആദ്യം മോൻ, പിന്നെ ഒരു മോൾ.